കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അർജുൻ ഉൾപ്പെടെ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കും. തിരച്ചിലിനായി ഗോവ തുറമുഖത്ത് നിന്നെത്തിച്ച ഡ്രഡ്ജർ ഇന്ന് രാവിലെ ഷിരൂരിലെത്തിക്കും. പുഴയിൽ നാവികസേന അടയാളപ്പെടുത്തിയ ഇടത്തെ മണ്ണും കല്ലുകളുമായിരിക്കും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ആദ്യം നീക്കം ചെയ്യുക. ഷിരൂരിൽ നിന്നും സാരംഗ് സുരേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, ഇന്ന് തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ കുറേ തടസ്സങ്ങളൊക്കെ കണ്ടതാണല്ലേ? അന്ന് കാലാവസ്ഥയൊക്കെ അനുകൂലമല്ല, ഒഴുക്കൊക്കെ അനുകൂലമല്ല എന്നിരിക്കെ, പക്ഷേ ഇന്ന് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഡ്രഡ്ജറൊക്കെ എത്തിച്ചുള്ള പരിശോധനയിൽ ഇന്നെങ്കിലും നിർണായകമായ വിവരങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം അവിടെ ക്ലിയർ അല്ലേ? എപ്പോഴായിരിക്കും നടപടികൾ തുടങ്ങുക? പൂജ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾക്ക് കാണാം, ഞാൻ നിൽക്കുന്നതിന് തൊട്ടരികിലായി തന്നെയാണ് ഗംഗാവലി പുഴയുള്ളത്. ഗംഗാവലി പുഴയുടെ നടുക്കായി നമുക്ക് അന്ന് അപകടത്തിനിടെ ഉണ്ടായിട്ടുള്ള മണൽ കൂനകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിന് തൊട്ടരികിലായി ബോയയുണ്ട്. ആ പോയിന്റ് അടക്കമുള്ള ആ ബോയ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് നാവികസേന പ്രധാനമായി മാർക്ക് ചെയ്ത ഭാഗങ്ങളാണ്. അവിടെയാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ ലോറി അടക്കമുള്ള ഭാഗങ്ങൾ അവിടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള പരിശോധനകളൊക്കെ ആയിരുന്നു. റഡാർ പരിശോധനയുടെ ഭാഗമായൊക്കെ തന്നെ നേവിക്ക് കണ്ടെത്താനായത്. അതിന് പിറകിലായി തന്നെ നമുക്ക് കാണാം, ഇപ്പോൾ പൊതുവെ തിരച്ചിലിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെയില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. 3 നോട്ട്സിന് താഴെയാണ് നദിയിലെ ജലത്തിൻ്റെ നീരൊഴുക്ക്. തെളിഞ്ഞ പുഴയിലെ വെള്ളമൊക്കെ തന്നെ ഏറെ തെളിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും ഡ്രഡ്ജർ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന കാര്യമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇന്നലെ വൈകിട്ടോടു കൂടി 1ാമത്തെ പാലം കടന്ന് മുന്നോട്ടേക്ക് വന്ന ഡ്രഡ്ജറിന് പിന്നീട് പുഴയിലെ നീരൊഴുക്ക് വളരെ താഴ്ന്നു പോകുന്ന അല്ലെങ്കിൽ വളരെ കുറയുന്നൊരവസ്ഥയുണ്ടായ സമയത്ത് 2ാമത്തെ പാലം കടക്കുന്ന സമയത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് റെയിൽവേ പാലത്തിന് ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഹാൾട്ട് ചെയ്ത് നങ്കൂരമിട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ഡ്രഡ്ജർ ഉള്ളത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി തന്നെ നദിയിലെ ജലനിരപ്പ് വർദ്ധിക്കും എന്നാണ് വിദഗ്ധരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ കിട്ടുന്ന വിവരം. മായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇനി ഡ്രഡ്ജറിൻ്റെ മുന്നോട്ടേക്കുള്ള യാത്ര. ഡ്രഡ്ജറുമായി ബന്ധപ്പെട്ട് പ്രധാനമായും വെസൽ ബോട്ടും അതുപോലെ തന്നെ ടഗ് ബോട്ട് അടക്കമുള്ള വസ്തുക്കൾ 3 പാർട്ടായിട്ടാണ് വരുന്നത്. മണ്ണുമാന്തി മടങ്ങുന്ന മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അപ്പോൾ അത് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാർവാർ MLA ആയിട്ടുള്ള സതീഷ് കൃഷ്ണസേലും മഞ്ചേശ്വരം MLA ആയിട്ടുള്ള AK മഷറഫ് അടക്കമുള്ള ആളുകൾ ഇവിടെ 12 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തും. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തും. ഇപ്പോൾ അർജുൻ്റെ ബന്ധുവായിട്ടുള്ള ജിതിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജിതിനേട്ട, വലിയൊരു ആവശ്യമായിരുന്നു ഡ്രഡ്ജർ വരിക എന്നുള്ളത്. ഇപ്പോൾ ഡ്രഡ്ജർ എത്തുകയാണ്. അതെ, തീർച്ചയായിട്ടും ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പ് തന്നെ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് ഇതിൽ. പ്രത്യേകിച്ച് കോഴിക്കോട് MP ശ്രീ രാഘവേട്ടൻ, അതുപോലെ തന്നെ മഞ്ചേശ്വരം MLA ശ്രീ AK മഷറഫ് MLA, ഇവരെല്ലാം സംയുക്തമായിട്ട് KC വേണുഗോപാൽ സാർ, ഇവരെല്ലാം ഇതിൽ സംയുക്തമായി ഇടപെട്ടിട്ടാണ് ഈ ഡ്രഡ്ജർ എത്തിക്കാനുള്ളൊരു നീക്കം നടന്നത്. തീർച്ചയായും അതിൻ്റെ റിസൾട്ട് എന്നാണ് ഇന്ന് ഡ്രഡ്ജർ എത്തിച്ചേർന്നത്. ഇന്ന് 12 മണിയോടെ ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയേക്കുമെന്നാണ് ഈ കമ്പനി ഉടമ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു ഉത്തരം തന്നെ ഇന്നോ നാളെയായിട്ട് ലഭിക്കുമെന്ന് തന്നെ കരുതുന്നു. കർണാടക സർക്കാരായിട്ട് നേരിട്ടൊരു ചർച്ച നടത്തിയപ്പോൾ അതിനൊരു വേഗത വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും സിദ്ധരാമയ്യായിട്ട് നടത്തിയ ചർച്ച, അത് പുള്ളി ഡ്രഡ്ജിങ് നടത്തും, മെഷീൻ കൊണ്ടുവരുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞു. ആ ഉറപ്പ് ഏതായാലും നടന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ സ്പോട്ടിലേക്ക് എത്തിച്ചേരുന്ന തന്നെയാണ് പ്രതീക്ഷ. ആദ്യഘട്ടത്തിലൊക്കെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ആദ്യഘട്ടത്തിലും 2ാം ഘട്ടത്തിലും. അപ്പോൾ ഈ ഘട്ടവുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും തോന്നിയിരുന്നോ? ഇല്ല, ഈ ആദ്യഘട്ടത്തിലെല്ലാം അതെല്ലാം നമുക്കല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പ്രതികരിക്കുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിലൊന്നും ഇതുവരെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്കരുതിയതുപോലെ തന്നെ ഡ്രഡ്ജിങ് കമ്പനി പറഞ്ഞതുപോലെ തന്നെ ആ ഷെഡ്യൂളിൽ തന്നെയാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇവിടെ ഒരു വെള്ളം കുറവിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് മാത്രമായിരിക്കാം ഈ ഒരു വേലി കയറ്റത്തിന് കാത്തി നിൽക്കുന്നത്. മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുന്നത് തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ കണ്ടതെന്ന് ഏറെ വ്യത്യസ്തമായിട്ട് പുഴയുടെ നടുക്ക് ഇപ്പോൾ ആളുകളൊക്കെ ഇറങ്ങി എന്ന അവസ്ഥ വരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് അനുകൂലമാണെന്ന് തോന്നുന്നുണ്ടോ? എത്രത്തോളം അവരെന്തായാലും ഈ ടെസ്റ്റിംഗ് എല്ലാം നടത്തിയിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പം തീർച്ചയായിട്ടും സാധ്യമാകുന്ന തന്നെയാണ് കരുതുന്നത്. അപ്പോൾ കുടുംബമൊക്കെ തന്നെ വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഡ്രഡ്ജിങ് ആരംഭിക്കാൻ കഴിയും എന്നുള്ള വിവരമാണ് കുടുംബത്തിനും നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മളും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം
നമ്മൾക്ക് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും ഇപ്പോൾ നമുക്കറിയാം അർജുൻ മാത്രമല്ല ലോകേഷും ജഗന്നാഥും അടക്കമുള്ള ആളുകളെയും ഇപ്പോഴും കണ്ടെത്താനുണ്ട്. അപ്പോൾ അവരുടെയും കുടുംബത്തിൻ്റെ കൂടി ആവശ്യമായിരുന്നു ഇവിടെ ഡ്രഡ്ജർ എത്തി പരിശോധന നടത്തണം എന്നുള്ളത്. അപ്പോൾ നേവി പ്രധാനമായും മാർക്ക് ചെയ്ത 4 പോയിന്റുകൾ, അതിൽ പ്രധാനമായും ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിച്ച ഭാഗത്താണ് ഇപ്പോൾ ബോയ അടക്കമുള്ള വസ്തുക്കൾ അന്ന് നേവി സംഘം അവിടെ പ്ലാൻ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും തീർച്ചയായും തിരച്ചിൽ നടക്കുക.